എന്തൊരു കഷ്ടമായി. ആ ചാക്കൂടുത്ത് നമ്മൾ ഏത് വഴിക്കാ ഓടിയത്? എതിലെയാണ് ഓടിയത്? കുഞ്ഞാനോട് ആരാ അത് പോകലിലോട്ട് ഓടാൻ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല, തപ്പാ നോക്ക്. മുസ്തഫ, ആ പാവക്കുട്ടിയല്ലേ അവിടെ എഴുതിയിരിക്കുന്നു? ഹലോ. അയ്യോ അതെ. ഇനി തലവരോട് ചോദിക്കാം. പറയാമൊക്കെ കലയ്ക്ക് മുഴുവൻ കൊണ്ടാണ് നീ ആ പാവ എവിടെയാണ് അവളിപ്പിച്ചത്? ഇങ്ങനെ തൂക്കി പൊടിക്കാതെ ഞാൻ പറയണമെന്ന് കേൾക്കുന്നവര് തോണിയിൽ നിറങ്ങുമ്പോ ആ പാവക്കുട്ടിയുടെ കീശനുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ കാണാനല്ല. കള്ള ഇമാനെ, നീ അതിനെ ആർക്കെങ്കിലും വിറ്റോ? തലവരുടെ കുട്ടിക്ക് വാങ്ങിയ പാവം ഞാൻ എന്തിനാ വിൽക്കുന്നത്? അത് എന്റെ കുട്ടിക്ക് വാങ്ങിയതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ കരുത്? അതിനകത്ത് രത്നങ്ങളാണ്. 9 ലക്ഷം രൂപ വില പിടിപ്പുള്ള രത്നങ്ങൾ. അന്ന് 9 ലക്ഷം. തലവരെ, തലവരെ, കിട്ടി, പാവക്കുട്ടിയെ കിട്ടി. എവിടെയാ പാവക്കുട്ടിയെ? ഒരു വാവക്കുട്ടി തട്ടിക്കൊണ്ട് പോയി. വാവക്കുട്ടിയോ? അതാരാടാ? എടാ, അത് അവളല്ലേ? ആ, അവളെ പൊക്കണം, കാറിലിടണം, തലവർക്ക് കൊടുക്കണം. പൊക്കിയിട്ട് പൊങ്ങിയില്ലെങ്കിലോ തലവര് നമ്മളെ പൊക്കും. പോകുന്നു. അവിടെ തല്ലാൻ നടക്കണ്ട, നമുക്കും പോയി പിടിക്കാം. തലവര് നമ്മളോട് തല്ലാൻ പറഞ്ഞിട്ടില്ല. പുതിയൊരു വന്നിരിക്കുന്നു. ആരെ? അവനാരാ? അവനാ തലയിട്ട് ചോദിക്കാം. മതി മതി.
അല്ലോ അവൻ മയത്തായെന്നാ തോന്നണം. നമുക്ക് വലിയടാ. അപ്പൊ പാവക്കുട്ടി അത് നാളെ നോക്കാന്ന്. പോലീസ് വരുന്നതിന് മുമ്പ് പോ. നിങ്ങളല്ലേ ആ കുത്തുകിട്ടിയ ആളിനെ കൊണ്ടുവന്നത്? ക്ലോസ് റിലേറ്റീവ് ആണോ? എങ്കിലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യൂ. പോലീസ് കേസാ. ഞാൻ ക്ലോസ് റിലേറ്റീവ് ആണ്. എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ. ഭർത്താവോ? ഇതിൽ കൂടുതൽ എന്തോന്ന് ക്ലോസ് ആവാന്? ദേ ഇതൊന്ന് ഒപ്പിട്ടെ. ദാ ഇവിടെ ഇവിടെ വൈഫൊന്നും കൂടി എഴുതിയതേ. അതില്ലാന്നും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആംബുലൻസിൽ ഇരുന്ന് കുട്ടി മലയാളത്തിൽ നിലവിളിച്ചു എന്ന് അതിന്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു. അതാ ഞാൻ തന്നെ കടലാസം കൊണ്ട് വന്നത്. കേരളത്തിൽ എവിടെയാ? ഒക്കെ പറയാം, ഒന്ന് വേഗം ചെല്ലു പ്ലീസ്. വളരെ സീരിയസാ. എങ്കിലും പേടിക്കാനൊന്നുമില്ല. ഓപ്പറേഷൻ ഒരു 4-5 മണിക്കൂർ എടുക്കും. ഒരു 6 ബോട്ടിൽ ബ്ലഡ് വേണ്ടി വരും. വേറെ സംഘടിപ്പിക്കണം. സാറേ സാറേ സാറേ, ഇത് ഞാനാണ്, സാറിന്റെ ദാസൻ ദാസൻ ദാസൻ. സിസ്റ്റേ ജൽദിയാവോ, സാറിന്റെ ബോധം പോയേ. നീ എന്തിനാണ് നിന്റെ സിസ്റ്ററെ വിളിക്കുന്നത്? ഇത് നിന്റെ വീടാണോ? വീടല്ല സാറേ, ഇത് ആശുപത്രിയാണ്. സാറിനെ ആരോ നിരത്തിലിട്ട് കുത്തി കുടലെടുത്തു. ഓപ്പറേഷൻ ചെയ്ത് ആ കുടലെടുത്ത് അകത്തിട്ട് ഡോക്ടർമാർ തുന്നിക്കെട്ടി. ഇനി കുഴപ്പമൊന്നുമില്ല. അയ്യോ അയ്യോ, എന്നെ കൊന്നേ. ഇത് ചെയ്തവൻ ആരായാലും അവന്റെ കുടുംബത്തിൽ ആറ്റം ബോംബ് വീഴണേ. എന്റെ വളശ്ശേരിക്കര ഭഗവതി. അയ്യോ, ഞാനിപ്പോ ചാവുവേ ദാസ. അയ്യോ അയ്യോ, പറയല്ലേ സാറേ. അയ്യോ അയ്യോ, വേദനിക്കുന്നതാ ദാസ. ഓട്ട് സാറേ. അയ്യോ അമ്മേ. അയ്യോ സാർ ഇങ്ങനെ കിടന്നു ഉരുണ്ടാ തുന്നു പൊട്ടും. 24 തുന്നുണ്ട്. സിസ്റ്ററെ വിളിച്ച് ഇഞ്ചക്ഷൻ തരാൻ പറയട്ടെ. അത് കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കണ കഴുതേ. അയ്യോ സിസ്റ്ററെ 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 സിസ്റ്ററെ. അയ്യോ, എന്നെ കൊന്നേ. അയ്യോ वो आपका कौन है? कौन? वो बेड़ा भाई, वो हमारा पिताजी का बड़ा दोस्त के. कराटे ബ്ലാക്ക് ബെൽറ്റ്, मैं मास्टर होम कराटे ഡയമണ്ട് ബെൽറ്റ്. ഇനി എന്തെങ്കിലും അറിയണോ? ആരോ 4 കുത്തും കുത്തി ഇവിടെ കൊണ്ട് നിട്ടതാ. അങ്ങേര് ഇവിടെ നിന്ന് എഴുന്നേൽക്കുക വേണ്ടു. കുത്തിയവനും കുത്തു കൊള്ളിച്ചവനും ഉടലോടെ നരകത്തിലെത്തും. ഹിന്ദി നേരാമെന്ന് അറിയായിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചേനെ. ബോംബെയിൽ വന്ന് സാറിന്റെ കൂടെ കൂടി ഞാനും ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് സാറിന്റെ വയറ്റിൽ കുത്തുവായി, എന്റെ കയ്യിൽ ഫ്ലാസ്കുമായി. സോറി, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണത്തില്ല. ആപ്കാ നാം ക്യാ ഹേ? बदमाश. ഓ, ഡോക്ടറാണല്ലേ, അങ്ങനെ പറ. ഹസ്ബൻഡിനെ കണ്ടില്ലേ? കണ്ടു, ഇഞ്ചക്ഷൻ എടുത്തു, ഉറങ്ങ. ആള് ഭയങ്കര പേടിത്തൊണ്ടരാണല്ലേ. ഇത്തിരി വേദനിച്ചാ മതി. എന്താ നിലവിളി? നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. കൊണ്ടുവരുമ്പോഴേ ഒരു ഹോപ്പും ഇല്ലെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. വീട് എവിടെയാ? വീടോ? വീട് ഞാൻ ജനിച്ചത് സിംഗപ്പൂരായിരുന്നു. പിന്നെ വളർന്നത് ഡൽഹിയിലും കൽക്കത്തയിലും മറ്റും. അങ്ങനെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5-6 വർഷമായി. എത്ര കുട്ടികളുണ്ട്? അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവില്ല. അയ്യോ കഷ്ടം. ഞാൻ അറിയാതെ ചോദിച്ചു പോയി. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ദേ ഒന്ന് നിക്കണേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഹസ്ബൻഡിന്റെ പേരെന്താ? അത് ഞാൻ ഇതുവരെ കേസ് ഷീറ്റിൽ എഴുതിയിട്ടില്ല. അന്നത്തെ പരിഭ്രമത്തിന് ചോദിക്കാനും വിട്ടുപോയി. അതെനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞാൻ കണ്ണാന്നാ വിളിക്കാറ്. കണ്ണാന്ന് വിളിച്ച് വിളിച്ച് ശരിയായ പേര് ഞാനും മറന്നു. അതൊക്കെ ഒരു ഭാഗ്യമാണ് കുട്ടി. അതാണ് യഥാർത്ഥ സ്നേഹം.